ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നിങ്ങൾ കാണുന്നത് ഇത് വൈകിട്ടായിരിക്കോട്ടാ, പക്ഷെ ഇത് ഗുഡ് മോർണിംഗ് ആണ്. അതിരാവിലെ നേരം വെളുത്ത് വരണുള്ളൂ, 5:30 ഞാൻ സത്യം പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് 5:30 എന്നുള്ള സമയം കാണുന്നത്. അപ്പൊ ഇത്രയും ഇരുട്ടായിരിക്കും എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം. അപ്പൊ അത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കുക്കിംഗ് ആരംഭിച്ചേക്കാണ്. അപ്പൊ കുക്കിംഗ് ആരംഭിച്ചേക്കണ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണുണ്ടാവും പിന്നെ കാറ്ററിംഗ് എന്തോ ഉണ്ടെന്ന്. കാറ്ററിംഗ് അല്ലട്ടാ, കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് 5:30 ആയപ്പോഴേ എഴുന്നേറ്റേക്കാണ്. അമ്മച്ചിയും അപ്പൊ എന്റെ കൂടെ എഴുന്നേറ്റുണ്ട്. അപ്പൊ ഡിസംബർ കാരണം നല്ല മഞ്ഞാറിന അമ്മച്ചി തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് അമ്മച്ചി നടക്കണം. അപ്പൊ അമ്മച്ചി കഞ്ഞി അടപ്പത്ത് പുറത്താണ് ഇട്ടേക്കണത്. അപ്പൊ തലയിൽ മഞ്ഞൊന്നും വീഴാതിരിക്കാൻ തലയിൽ തോർത്തൊക്കെ ഇട്ടിട്ട് അമ്മച്ചി കഞ്ഞിയൊക്കെ അടപ്പത്തിടാൻ പോയിന്. അപ്പൊ ഞാൻ കറികളൊക്കെ വെക്കാനുള്ള കാര്യങ്ങൾ ഞാനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മച്ചി കഞ്ഞിയുടെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും അരിയൊക്കെ ഇട്ട് അളന്ന് അതിടയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കണ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കയാണ്. അപ്പൊ കക്ക വേവിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞ് അപ്പൊ അതൊരു പാത്രത്തിലോട്ട് കൊണ്ടുപോകാനുള്ള പാത്രത്തിലോട്ട് നമ്മളത് മാറ്റി. ഇനിയിപ്പോൾ ആ പാത്രത്തിൽ തന്നെ നമ്മൾ അടുത്ത ഡിഷ് റെഡിയാക്കാൻ പോയിന്. കടുകും ചുമന്നമുളകൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ തലേദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ബീൻസും ക്യാരറ്റും. അപ്പം അത് വെച്ചിട്ടൊരു പച്ചക്കറി ഒരത്താണ് ചെയ്യണത്. അപ്പം അതരിഞ്ഞിട്ട് വേഗൂടിയാണ്. അപ്പൊ ഏകദേശം ഒരു നേരമൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടാ. 6 മണി ആയപ്പോഴേക്കും നേരമൊക്കെ വെളുത്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ കഞ്ഞിരടപ്പൊക്കെ കത്തണ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഡിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഡിഷും റെഡിയായി. അപ്പൊ അതും നമുക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വെക്കണ. ചൂടൊക്കെ അറിയിട്ട് വേണം നമുക്കത് സീലൊക്കെ ചെയ്ത് റെഡിയാക്കാൻ. താറാവ് വേവിക്കാനായിട്ട് ഞാൻ വലിയ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കുക്കറിൽ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഞാനൊരു 2 വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പൊ നല്ലപോലെ പെട്ടെന്ന് വാടിക്കിട്ടും, ടൈം ഒരുപാട് പോകൂല. അപ്പൊ ആ ഒരു വേവിക്കാൻ വെച്ചേക്കുന്ന ഒരു ടൈമില് നമുക്ക് ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് വറുക്കാൻ വെച്ചേക്കണ മീനൊക്കെ ഒന്ന് മൈദപ്പൊടി മുക്കി എടുക്കണുണ്ട്. അപ്പൊ നമ്മുടെ ഒപ്പം തന്നെ മിക്കു എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അവനാണ് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിക്കണ. 6 മണി 6:30 ഒക്കെ ആവണുള്ളൂ. പാവം എന്റെ കൂടെ നിന്ന് എല്ലാ മീനൊക്കെ മൈദയൊക്കെ മുക്കി തന്നത് അവനാണ്. അപ്പൊ നമ്മുടെ സവാള വേഗം വാടി കഴിയും ഈ കുക്കറിലിട്ട് ഇങ്ങനെ അടിച്ച് 2 വിസിൽ കേൾപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ആ കുക്കർ വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും താറാവിന്റെ പരിപാടികൾ ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. മീനും വറുക്കാനിട്ടിട്ടുണ്ട്. അപ്പൊ കാളാഞ്ചി വന്യ ഗസ്റ്റുകൾക്ക് കാളാഞ്ചി വറുത്തത് വേണോന്ന് പറഞ്ഞിട്ട് ഫ്രഷോടെ ഇപ്പൊ അഞ്ചേട്ടൻ കൊണ്ടുപോകുന്നുള്ളൂ, ചത്തട്ടൊന്നുമില്ല. അപ്പൊ കത്തി വെച്ചിട്ട് അതിന്റെ തല മുട്ടി അതിനെ കൊന്ന് എടുത്തിട്ടാണ് പാവം പെടക്കണ നേരത്തൊക്കെ വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഇത് മസാല പുരട്ടി നമ്മുടെ കറിവേക്കലൊക്കെ കഴിവെക്കും ഏകദേശം മസാലയൊക്കെ പിടിക്കും. അപ്പോഴേക്കും വറുത്ത് എടുക്കാലാന്ന് ഓർത്തിട്ട് ക്ലീൻ ചെയ്യണുള്ളൂ. കണ്ടപ്പോൾ ഇടയ്ക്കാണ് മീൻ ജീവനോടെ തന്നെ ചെയ്യണത്. ദ്രോഹമാണെന്ന് അറിയാമെങ്കിലും നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ. അപ്പൊ നമ്മളത് അഞ്ചേട്ടൻ കട്ട് ചെയ്യണ്. അപ്പൊ ഞാനവിടെ അകത്ത് താറാവിന്റെ പരിപാടിയിൽ മീൻ വറക്കണതിന്റെ പരിപാടിയിലൊക്കെ എന്താ എല്ലാം കൂടി ഒന്ന് നമുക്ക് കാണിക്കാൻ പറ്റൂലല്ലോ. ഒറ്റക്ക് തന്നെ ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യണ കാരണം നമുക്ക് പാടാണ്. അപ്പൊ മീനിന്റെ ചിറകും വാലൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതിന്റെ ചെതമ്പിൽ നല്ലതുപോലെ ചെത്തിയെടുക്കണം വൃത്തിയായിട്ട്. എന്നിട്ട് വേണം നമ്മൾക്ക് ഇത് മസാലയൊക്കെ പരത്തിയിട്ട് വറുക്കാൻ വെക്കാനായിട്ട്. നമ്മളുടെ ചോറ് ഏകദേശം വേവൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ ഒരുവിധം. നമ്മ എഴുന്നേറ്റ പാടെ തന്നെ കഞ്ഞിക്കരിയിട്ടതാണല്ലോ. അപ്പം മീനും ഒരുവിധം വെട്ടി റെഡി ആവണുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ താറാവ് കറി ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. കുക്കറിൽ 2 വിസിൽ ഓൾറെഡി ഞാൻ കേൾപ്പിച്ചുകൊണ്ട് തന്നെ താറാവിന്റെ പരിപാടി വേഗം അതും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾക്ക് അടുത്ത ഡിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കിടക്കണ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. മീൻ അരച്ചറി വെക്കുന്നുണ്ട്. അത് ഡോക്ടർ പറഞ്ഞ ഒരു സ്റ്റൈലിലാണ്. അപ്പം അതും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വേഗം എല്ലാം കൂടി ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇപ്പുറത്തെ സ്ഥലത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം നിങ്ങളുടെ മുമ്പിലോട്ട് കറക്റ്റ് ടൈമിൽ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മീൻ നമ്മള് മുറുക്കണമൊന്നുമില്ല, ഫുള്ളായിട്ട്
വറുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ അനീഷേട്ടന് എടുത്തു കൊടുത്തിട്ട് അനീഷേട്ടനാണ് മീന് മസാലയൊക്കെ പുരട്ടണത്. അപ്പോൾ ഫുള്ള് മീൻ നമ്മൾ നല്ല പോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മസാല ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഇത്തിരി നേരം എല്ലാ പണികളൊക്കെ കഴിയുമ്പോഴേക്കും ഈ മസാലയൊക്കെ നല്ലപോലെ പിടിക്കും. അപ്പോൾ നമുക്ക് വറുത്തതെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ മീൻ അരപ്പറി വെച്ചത് ഓൾമോസ്റ്റ് അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് വശത്തൊക്കെ കുറച്ച് പൂപ്പിലൊക്കെ പിടിച്ച് ഇങ്ങനെ അഴുക്കായിട്ട് കുറച്ച് ദിവസമായി കിടക്കണം. പാവം ഈ ഒരു ടൈമിൽ ബക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് മടലൊക്കെ ഇട്ട് തേച്ചൊരച്ച് കഴുകി വരവാനിട്ട് നമ്മളുടെ പിക്കും ഭയങ്കര സഹായമാണ് എനിക്ക്. അങ്ങനെ നമ്മളുടെ അത്രയും ഭക്ഷണം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഫിഷ് മോളിക്കുള്ള ഗ്രേവി റെഡി ആക്കേണ്ട. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മളുടെ അമ്മച്ചി കഞ്ഞി വേവിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ കഞ്ഞി ഊറ്റാനിരിക്കണം അമ്മച്ചി. അപ്പോൾ ആ അടുപ്പത്ത് തന്നെ നമുക്ക് നല്ല തീയുണ്ട്. അപ്പോൾ ഉരുളി വെച്ചിട്ട് വലിയ മീൻ നമ്മളുടെ ഫ്രെയിം പാനിലൊന്നും പുറത്തു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അടപ്പത്ത് തന്നെ വലിയ ഉരുളിയിലിട്ടിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ മീൻ വറുത്തെടുക്കണം. അപ്പൊ മീൻ വറുക്കണ പരിപാടി ഞാൻ അന്വേഷേട്ടനെ ഏൽപ്പിച്ച് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ നടക്കൂല. അപ്പൊ ഇപ്പുറത്തെ ഒരു ചട്ടിയിൽ നമ്മ കട്ട്ലേറ്റിനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പുറത്ത് ഓൾമോസ്റ്റ് നമുക്ക് ഫിഷ് മോളിക്കുള്ള ഗ്രേവിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നാം പാലും കൂടി ഒഴിച്ച് ഒന്നൊരു തളാളച്ച് കഴിയുമ്പോൾ നമുക്കത് ഇറക്കി വെക്കാം. അപ്പോഴേക്കും ഇപ്പുറത്ത് നമുക്ക് കട്ട്ലേറ്റിനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവാളയും ഇതൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇത്തിരി ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇടണുള്ളൂ. മഞ്ഞപ്പൊടിയും ഒരിത്തിരി പേരിന് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പുഴുങ്ങി വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് ക്യാരറ്റും കൂടി ചേർത്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കണ ബീഫും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് എല്ലാം കൂടി ഒതുക്കിയെടുക്കണം. അപ്പം ഇങ്ങനെ ഒന്ന് ആക്കി ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് പിള്ളേർക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതെനിക്ക് റൗണ്ട് ഷേപ്പിലോട്ട് ആക്കി വേഗം തരും. അപ്പൊ രണ്ടുപേരും കൂടെ അത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. മീൻ വറുത്തൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി അത് അലങ്കരിച്ച് നമ്മളത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യണം. അതൊരു ഭംഗിയായിട്ട് ഞാൻ ഈ സൈഡിൽ നിന്ന് കട്ട്ലേറ്റ് വറക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും എൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാ. താറാവ് കറി ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് സീൽ ചെയ്ത് നല്ല ഭംഗിയായിട്ട് പറഞ്ഞ നേരം കൊണ്ട് ഒരു 5:30 മണി തുടങ്ങി 10 മണിയായപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും എന്താ കഴിഞ്ഞിട്ടാ. ഹായ് ഹലോ ഗുഡ് ഈവനിങ് അല്ല ഗുഡ് മോർണിംഗ് ആണ്. ഇന്ന് ഞായറാഴ്ച രാവിലെ ഉണ്ട് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണത്. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുങ്ങി കാലത്ത് തന്നെ മാറിയൊക്കെ നിൽക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തെ പരിപാടികളൊക്കെ കണ്ടില്ലേ. എന്നെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടർ കഴിഞ്ഞ ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞ് വീട്ടിലോട്ട് വഞ്ഞം നാടും വീടൊക്കെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഡോക്ടറിന്ന് ക്ഷണിച്ചേക്കണം. അപ്പോൾ ഡോക്ടർ കുറച്ച് പേരും കൂടി ഇന്ന് എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഒരുക്കങ്ങളൊക്കെയാണ് രാവിലെ നിങ്ങൾ കണ്ടത്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഡോക്ടർ ഇത്രയും വലിയൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് വർഗീസ് സാറിനെ അറിയണ അവർക്കൊക്കെ അറിയാം. വലിയൊരു ആൾ തന്നെയാണ്. അപ്പോൾ ആള് നമ്മുടെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു വീട്ടിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ ഒരുക്കി എല്ലാം കഴിഞ്ഞെല്ലാം സെറ്റാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് പള്ളിയത്തെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പം അപ്പം നമ്മുടെ മീൻകൂടും മീൻ കൃഷിയും നമ്മുടെ പുഴയും വീടൊക്കെ കാണണമെന്നും പറഞ്ഞിട്ടൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പം ഇന്നിപ്പോൾ വരികയാണ്. മാത്രമല്ല ഇന്ന് എൻ്റെ ഫസ്റ്റ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 1 വർഷം ആവേണ്. നവംബർ 21 ആയിരുന്നു ഫസ്റ്റ് സർജറി. അപ്പം ആ ഒരു ടൈമിൽ തന്നെ എന്നെ രക്ഷപ്പെടുത്തിയ ആൾക്ക് ഒരു ട്രീറ്റ് കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് വലിയൊരു സന്തോഷമാണ്. പഴയൊരു ജീവിതത്തിലോട്ടൊക്കെ തിരിച്ച് പിടിക്കാനായിട്ട് ഡോക്ടറുള്ളതുകൊണ്ട് തന്നെയാണ്. അത്രയും നല്ലൊരു ഡോക്ടറിനെയൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഇന്നിങ്ങനെ ചിരിച്ച് നിങ്ങളുടെ മുമ്പിലൊക്കെ ഞാൻ നിൽക്കണത്. അപ്പം ഇപ്പോൾ വരും ബാക്കി വിശേഷങ്ങളൊക്കെ ഡോക്ടറൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം മീനാണ് ഇഷ്ടം ഡോക്ടറിനെ. അതുകൊണ്ട് മീനിൻ്റെ വിഭവങ്ങളൊക്കെയാണ് ചെയ്തേക്കണം കൂടുതലും. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ ഡോക്ടർ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ പണികളൊക്കെ ഒരുമോതം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി കുളിച്ചൊരിഞ്ഞ് വൃത്തിയായിട്ട് എല്ലാവരും ഫ്രണ്ടിൽ വന്നിട്ട് വെയിറ്റിംഗ് ആണ്. ഡോക്ടറൊക്കെ വന്നത് നോക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്ത് മുമ്പശത്ത് ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പൊ രാവിലെ വന്നു കഴിയുമ്പോൾ നാരങ്ങ വെള്ളവും അമ്മിച്ചി ഉണ്ടാക്കിയേക്കണ ഉണ്ട കാരയപ്പോ പിന്നെ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം
അപ്പം കൂടി കൊടുക്കാന്നാണ് ആലോചിച്ചേക്കുന്നത്. അപ്പൊ ഉണ്ടാക്കിയ ഡിഷുകളൊക്കെ നിങ്ങളൊക്കെ കാണിച്ചു തരണ്ടേ. കക്ക ഫ്രൈ ചെയ്തത്, ബീൻസും ക്യാരറ്റും കൂടി ഒലത്തിയത്, കട്ട്ലേറ്റ്, ഫിഷ് മോളിക്കുള്ള മീൻ വറുത്തത്, മീൻ അരച്ചറി വെച്ചത്, മീൻ ഫുള്ളായിട്ട് വറുത്തത്, താറാവ് കറി, ബ്രെഡ്, പിന്നെ നമ്മുടെ ഫിഷ് മോളിക്കുള്ള ഗ്രേവി. ഇത്ര സാധനങ്ങളാണ് റെഡിയാക്കിയത്. 6 മണിക്ക് തുടങ്ങിയ അങ്കോണ് 6 മണിയായപ്പോഴേക്കും എഴുന്നേറ്റ് നമ്മെല്ലാം ചെയ്ത് എല്ലാം വേവിച്ച് ഞാൻ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കക്കയൊക്കെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച്, കട്ട്ലേറ്റിനുള്ള ഇറച്ചിയൊക്കെ വേവിച്ച് ഗ്രൈൻഡ് ചെയ്ത് അത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച്, അങ്ങനെ എല്ലാ പണികളും തലേ ദിവസം തന്നെ ചെയ്ത് വെച്ച കാരണം എളുപ്പമായിട്ട് വേഗം ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്, ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വരണ വരെ വെയിറ്റിംഗ് ആണ്. ഡോക്ടറോട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11 മണിയായപ്പോഴേക്കും എൻ്റെ ജീവൻ രക്ഷിച്ച് എന്നെ പഴയ ഇതിലോട്ട് കൊണ്ടുവന്ന നമ്മളുടെ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറും പിന്നെ അസിസ്റ്റന്റ് ഡോക്ടർ ഉണ്ടായിരുന്നു, പിന്നെ കൂടെയുള്ള സ്റ്റാഫുകൾ, ഡോക്ടറിൻ്റെ വൈഫ്, അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് എനിക്ക് ഇത്തിരി ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നവർ. അപ്പോൾ അതൊക്കെ തന്ന് വീട്ടിൽ കയറി. വീട്ടിലൊക്കെ കയറിയിട്ട് ഭയങ്കര സന്തോഷമായി. ഡോക്ടറിന് ഭയങ്കര ഇഷ്ടമായി വീട്. നല്ല കാറ്റും വെളിച്ചവും നല്ല ഭയങ്കര ഒരു തണവും ഫീൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയായിരുന്നു. അവരുടെ സ്ഥലത്തൊക്കെ ഭയങ്കര ചൂടും കാര്യങ്ങളാണ്. അപ്പം നമ്മളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല തണവ് തോന്നണം, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറയായിരുന്നു. ഡോക്ടർ ഭയങ്കര ഇഷ്ടമായി വീടൊക്കെ വന്ന് കണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഡോക്ടർ വന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട് കൃഷി, മീൻ കൃഷിയൊക്കെ കാണണം, നമ്മുടെ പുഴ അവിടെയൊക്കെ ഒന്ന് ആസ്വദിക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് വന്നേക്കണം. ഡോക്ടറിന് ഒരുപാട് സസ്പെൻസുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂട് കൃഷി നടത്തുന്ന സ്ഥലത്തോട്ട് ഡോക്ടറിനെ ടീമൊക്കെ കൂടി പോവുകയാണ്. അപ്പം നടന്ന് പോകാം, അപ്പം നമ്മുടെ നാടൊക്കെ ഒന്ന് നടന്ന് കാണുകയും ചെയ്യാമെന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ പുഴയിലെത്തിയപ്പോഴേക്കും ഇവർക്കൊക്കെ എന്തോ ഭയങ്കര അത്ഭുതം കണ്ട പോലെയാണ്. നമ്മൾക്കൊക്കെ ഈ പുഴയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, വലിയ വില ഒന്നും ഈ പുഴയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നില്ല. ഇവരിത്ര ആസ്വദിക്കാനുണ്ടപ്പോഴാണ് എൻ്റെ നാടിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് സത്യം ഞാൻ മനസ്സിലായത്. അവരത്രയും ആസ്വദിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അത്രയും കൂളിംഗ് ആണെന്ന് അവർ പറയുമ്പം ഒരു നിമിഷം ഞാനപ്പോൾ ആലോചിക്കരുന്നു, അപ്പം അത്രയും നല്ലൊരു സ്ഥലത്താണല്ലേ ഞാൻ ജീവിക്കണേന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ കൂടില്ല കൃഷി മീൻകൂടിൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ച് മീൻ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ മീൻ വന്ന് തീറ്റ എടുക്കണതൊക്കെ കണ്ട് ഹാപ്പിയായി. ഡോക്ടർ ഭയങ്കര സന്തോഷമായി. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടിപൊളി. അപ്പോൾ വേറെ നമ്മളുടെ തൊട്ടരികത്ത് തന്നെ നമ്മളുടെ തൊട്ടരികത്ത് വേറൊരു തുരുത്തുണ്ട്, കുറുമന്തുരുത്ത്. അപ്പോൾ കുറുമന്തുരുത്ത് ഒരു വിൻഡ് ഹൗസ് ഉണ്ട്. അപ്പം ഡെയിലി റെന്റിന് കൊടുക്കണം, ഒരു ചിൽ ഔട്ടൊക്കെ ചെയ്യാൻ പറ്റണ നല്ലൊരു അടിപൊളി സ്ഥലമാണ് വിൻഡ് ഹൗസ്. അപ്പം ഡോക്ടറെ കൂട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പം നമ്മൾ അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഇവരെന്തായാലും നമ്മുടെ നാടും ഇതൊക്കെ കാണാൻ വേണ്ടി വന്നേക്കണല്ലേ. അപ്പം നമ്മൾ ബോട്ടിന് കയറ്റിയിട്ട് നമ്മൾ വിൻഡ് ഹൗസിലോട്ട് പോയേന്. അപ്പം ഇത് ഇവരോട് പറഞ്ഞിട്ട് എന്തായാലും സസ്പെൻസ് ആയിട്ട് ഇവരെ കൊണ്ടുപോയാണ്. അപ്പം വിൻഡ് ഹൗസിൽ വെച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് കൊടുക്കാന്ന് ഓർത്തിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ തന്നെ കൊണ്ടുപോയി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ബോട്ടിൽ വേണം ഇനി വിൻഡ് ഹൗസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ബോട്ടിലൊക്കെ കയറിയിട്ട് വിൻഡ് ഹൗസിലോട്ട് പോയാണ്. എല്ലാവരും ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. എല്ലാവരും അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഡോക്ടറാണ്, ഇത് ഡോക്ടറിനൊന്ന് ബോട്ട് ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് ബോട്ടൊക്കെ കൊടുത്തിട്ട് ഡോക്ടർ ഒന്ന് ബോട്ടൊക്കെ ഓടിച്ച് നോക്കിയാണ്. അപ്പം ഈ കാണുന്നതാണ് വിൻഡ് ഹൗസ്. 2 വശവും പുഴനോട് ചേർന്ന അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളും നല്ല അടിപൊളിയായിട്ട് ചില്ലൗട്ട് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ചില്ലൗട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരടിപൊളി സ്പോട്ടാണ് വിൻഡ് ഹൗസ്. അപ്പം താല്പര്യമുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓണറുടെ നമ്പർ തരാം. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ കുക്കിങ്ങിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടുകൂടി അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇവരെ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ കുറേ നേരമൊക്കെ അവിടെ ചില്ലൗട്ട് ചെയ്തിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞ്
നമ്മൾ ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചതൊക്കെ കൊടുത്ത് ഡോക്ടർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഗ്രാൻഡായിട്ട് നമ്മൾ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഡോക്ടറിന് ഒരുപാട് സന്തോഷമായി. ഡോക്ടർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇത്രയും ഡിഷ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ഡോക്ടർ. അപ്പോൾ ഇത്രയും പാചകമൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് എപ്പോഴാണ് ഡോക്ടർ അറിയണേന്നും പറഞ്ഞുകൊണ്ട് തന്നെ പറയും. ഓരോന്ന് കഴിച്ചിട്ടും ഡോക്ടർ ഭയങ്കര ഇഷ്ടമായി. ഡോക്ടർ എല്ലാം ആസ്വദിച്ച് കഴിച്ച് എനിക്കും ഭയങ്കര സന്തോഷമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയണം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് നിന്നേക്കണ ഒരാളെ തന്നെയാണ്. നമുക്ക് മെൻ്റലി തളർന്നു പോയേക്കണ സമയത്തൊക്കെ നമ്മളെ സ്ട്രെങ്ത് ആക്കി നിർത്തി നമ്മളെ ഇത്രയും ബോൾഡാക്കിയേക്കണേൽ ഒരു പങ്ക് തന്നെ ഡോക്ടറിനുണ്ട്. അപ്പം ഡോക്ടറിന് അവർ വലിയൊരു ട്രീറ്റൊക്കെ കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ സ്വിമ്മിങ് പൂളിലോട്ടൊക്കെ ഇറങ്ങി ചാടിക്കിടക്കുന്ന രണ്ടും കൂടി. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേക്കായിരുന്നു ടോമും ജെറിയും. അപ്പോൾ രണ്ടുപേരും സ്വിമ്മിങ് പൂളിലോട്ട് ഇറങ്ങി കുളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സന്ധ്യ ആയിട്ടാണ് ഞാൻ അവർക്കൊരു കട്ടൻ ചായ ഒക്കെ തിളപ്പിച്ച് കൊടുത്ത് അപ്പോൾ കട്ടനൊക്കെ കുടിച്ച് അവരും ഭയങ്കര ഹാപ്പിയായി. ഇത്രയും നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോകുമെന്നൊന്നും അവരും ഓർത്തില്ല. അപ്പം തിരിച്ചു പോരുമ്പോൾ നമ്മുടെ ഡോക്ടറാണ് ബോട്ട് ഓടിച്ചത്. അപ്പോൾ ബോട്ട് ഓടിക്കാൻ ഡോക്ടറും ബോട്ടൊക്കെ ഓടിച്ച് ഒരു 6 മണി 6:30 ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മളിപ്പുറത്തോട്ട് വന്ന്. അപ്പോൾ അവർ പോവുകയാണ് യാത്രയൊക്കെ പറഞ്ഞ്. അപ്പം ഡോക്ടറിനും ഒരുപാട് സന്തോഷമായി. അതിലുപരി എനിക്കും ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ നല്ലൊരു ദിവസം നല്ലൊരു ഓർമ്മകളായിട്ട് നല്ലൊരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറൊക്കെ വന്ന് ഒരു ദിവസം ഫുൾ അടിച്ച് പൊളിച്ച് ഒരിക്കലും മറക്കാത്തൊരു ദിവസം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പോയി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി സന്തോഷമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരാളാണ്, ഇത്രയും പൊസിഷനിലിരിക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിലൊക്കെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഇപ്പോൾ കുളിക്കട്ടെ. രാവിലെ 11 മണിക്ക് ഇറങ്ങിയതാണ്. ഒരുപാട് ടയേർഡായി. ഇനിയിപ്പോൾ കുളിക്കാൻ പോകണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.